ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ പോയ ചില സഹോദരന്മാരെ, പിതാക്കന്മാരെ നമുക്ക് കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. അവരിൽ ചിലരുടെയൊക്കെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി ഇങ്ങനെ വാർത്ത വരുന്നുണ്ട്. അതിൽ എനിക്ക് വലിയ ഒരു അഭിമാനാർഹമായി തോന്നിയ ഒരു കാര്യം, ആ കടലിൽ പോയി പിതാവ് നഷ്ടപ്പെട്ട ഒരു മകളും മകനുമൊക്കെ വളരെ കൃത്യമായി ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു അവതരണ രീതിയാണ്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ നിയന്ത്രണം വിട്ടുപോകുന്നവർക്കപ്പുറത്ത് കാര്യങ്ങളെ ശരിക്കും നിയന്ത്രിച്ച് ആ പറയേണ്ട കാര്യങ്ങൾ വളരെ സ്ഫുടമായി, അത് ചാനലുകാരോടാവട്ടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോടാവട്ടെ മന്ത്രിമാരോടാകട്ടെ ഒക്കെ സംസാരിക്കുന്ന ഒരു രീതിയും ശൈലിയും, അത് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ കരുത്തോടെ വളർന്നു വന്ന ഒരു മനുഷ്യജീവനുകളുടെ അതിജീവനത്തിൻ്റെ ഒരു ഉൾക്കാമ്പ് കൂടി ആ വാക്കുകളിലുണ്ടായിരുന്നു. സ്വാഭാവികമായി പിതാവിൻ്റെ മൃതദേഹം പോലും ലഭിക്കാതെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആ ഒരു ആത്മാർത്ഥതയുടെ വികാരാംശം കൂടി ചേർത്ത് വെച്ച് സംസാരിക്കാറുണ്ട്. അതിന് നമ്മളങ്ങനെ അതിൻ്റെ ഒരു മെറിറ്റിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒരു ശരിയായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ മകൾ പ്രകടിപ്പിച്ച ഒരു വേദനയെയും ഒരു വാക്കിനെയും അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് അനലൈസ് ചെയ്യുന്നത് ശരിയുള്ള കാര്യവുമല്ല. ആ കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഫിഷറീസ് മന്ത്രി ആരാണ്, കടലറിയുന്നവർ അല്ലെങ്കിൽ കടൽ തീരത്തെ ജനങ്ങളെ അറിയുന്നവർ വേണ്ട ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ പറയുന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. അതിനെയെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു വൈകാരികമായ തൻ്റെ പിതാവിനെ അല്ലെങ്കിൽ പിതാവിൻ്റെ മൃതദേഹം പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തവണ്ണം, എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാൻ കഴിയാത്തവണ്ണമുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടായ ഒരു പ്രയാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കരുതിയത്, അല്ലെങ്കിൽ അങ്ങനെ കരുതാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടതും. പക്ഷേ ഈ സന്ദർഭം മുതലെടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തക എന്ന മേൽവിലാസത്തിൽ ചില വിഷം പുരട്ടുന്ന വാചകങ്ങളുമായി നമ്മുടെ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക രംഗത്ത് വന്നുകൊണ്ടാണ് ഇതിന് മറുപടി പറയണമെന്ന് വിചാരിച്ചത്. കേരളത്തിൽ വകുപ്പുകൾ പല സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ UDF ഗവൺമെൻറ് വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ്സിന് കൊടുത്തിട്ട് ഫിഷറീസ് വകുപ്പ് ലീഗ് എടുക്കുകയുണ്ടായി. അതെടുത്തത് സംസ്ഥാന മന്ത്രിസഭയിലെ വളരെ കരുത്തനായ ഒരു നേതാവ് കൂടിയായ രാജീവ് മിനിസ്റ്ററെ തോൽപ്പിച്ച അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ലീഗിൻ്റെ ഒരു MLAക്കാണ്. കളമശ്ശേരി MLA ആയ അബ്ദുൽ ഗഫൂറിനാണ്. അതിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ഈ VK ഇബ്രാഹിം കുഞ്ഞെന്ന് പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ ഒരു കേസിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തി, പിന്നീട് രോഗം കലശലായി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ എല്ലാവരും വികാരനിർഭരനായി, വലിയ മനുഷ്യനായിരുന്നു, എല്ലാവരെയും സഹായിച്ചിരുന്ന ആളായിരുന്നു, കരുത്തനായിരുന്നു, തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന മന്ത്രി. സാധാരണ ഇപ്പോൾ നിലവിലുള്ള മന്ത്രിമാരെ പല കാര്യങ്ങളിൽ നിന്നും അവരുടെ പ്രസ്താവനകൾ പലതും സ്ലിപ്പ് ഓഫ് ടങ്ങായും മറ്റു പല സംഗതികളുമായൊക്കെ പുറത്തു വന്നപ്പോഴും വളരെ ശാന്തനായിട്ടാണ് ഈ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചർച്ച, അതിൻ്റെ ഒരു കുറിപ്പ് ഒന്ന് വായിച്ചാൽ വളരെ വിചിത്രമായ ഒരു കുറിപ്പാണ്. അതിൽ ലക്ഷ്മി പത്മ ആണ് എഴുതിയിരിക്കുന്നത്. ഒരു മത്സ്യത്തൊഴിലാളി കുടുംബാംഗം എങ്ങനെ സംസാരിക്കണമെന്ന് ഇവിടെ ഒരു കൂട്ടർ മാനദണ്ഡം നിശ്ചയിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതൊരു കാരണവശാലും ശരിയല്ല, അങ്ങനെ മാനദണ്ഡം നിശ്ചയിച്ചുകൂടാ. ആ കുട്ടിയുടെ പ്രതികരണത്തെയും ആത്മവിശ്വാസത്തെയും അഭിനന്ദിക്കേണ്ടതാണ്. ആ വീട്ടിലേക്ക് മുഖ്യമന്ത്രി ഒഴികെ മന്ത്രിമാരെത്തി. പക്ഷേ ജോണിൻ്റെ മകൾ ജിജി തികഞ്ഞ വ്യക്തതയോടെ അക്കാര്യം ആവർത്തിച്ചു പറയുന്നു. വീട്ടിൽ വരികയല്ല വേണ്ടത്, കാണാതായവരെ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. കൊടിവെച്ച കാറുകൾ വീടിന് മുന്നിലെത്തിയാൽ അയയുന്നതല്ല അവരുടെ നിലപാടുകൾ. അതിൻ്റെ പേരിൽ അവരെ ഒരു രാഷ്ട്രീയ തൊഴുത്തിലും കെട്ടി കല്ലെറിയാൻ നോക്കണ്ട. ഇതൊക്കെയാണ് പത്മേച്ചി വളരെ ഉൾക്കരുത്തോടെ പറയുന്നത്. പത്മേച്ചിക്കും അറിയാവുന്ന കാര്യമാണ്, കേരളത്തിലെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളിൽ മൃതദേഹങ്ങൾ പോലും ലഭിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ ചില കാര്യങ്ങളിൽ വളരെ വികാരനിർഭരമാക്കി നമ്മുടെ അർജുൻ്റെ കാര്യത്തിലൊക്കെ കത്തിച്ചു വിട്ട് എല്ലാവരും കൂടി അങ്ങനെ ആക്കുന്നൊരു സ്ഥിതിവിശേഷവുമുണ്ട്. ഏതായാലും പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരാണ് ജോണും മകനും.
ആ ജീവൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും വീട്ടുമുറ്റത്തേക്ക് പ്രളയജലം ഇരച്ചെത്തുമ്പോൾ വഞ്ചികളുമായി എത്തുന്ന രക്ഷകർ മാത്രമല്ല, തീന്മേശകളിലേക്ക് രുചിയുള്ള കടൽമീൻ എത്തിക്കുന്നവർ മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾ. അവർ നമ്മൾ മലയാളി പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാമാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇക്കാര്യത്തിൽ ആർക്കുമില്ല. ആ തിരിച്ചറിവാണ് നമ്മളുടെ സിസ്റ്റത്തിന് ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്ന നിമിഷം മുതൽ കാര്യക്ഷമമായി തിരച്ചിലുണ്ടാക്കാനിടയുള്ളൂ. സത്യമാണ് ആ പറഞ്ഞത്. അതായത് കേരളത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ പ്രകൃതി ദുരന്തങ്ങളെ മാനേജ് ചെയ്യാൻ വളരെ കൃത്യമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷനും അതിൻ്റെ സംവിധാനവും ഇല്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. 2004 സുനാമി ഉണ്ടായ സമയത്ത് പിന്നീട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രവാഹമായിരുന്നു. എല്ലാ വില്ലേജ് ഓഫീസുകളിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ലുകൾ, അതിന് ഫോൺ നമ്പറുകൾ, വിളിക്കാനുള്ള സംവിധാനം. ഇപ്പോൾ ആ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചു നോക്കണം. ദുരന്തമെന്ന് പറയുന്നത് എല്ലാ വർഷവും ഉണ്ടാകുന്നതല്ലല്ലോ. പക്ഷേ ആ സംവിധാനമെല്ലാം ആകെ പോയി. പിന്നെയാണ് പത്മേച്ചി വളരെ വിഷം പുരട്ടി ഒരു മധുരമുള്ള സാധനം ഇതിൽ വെച്ചിരിക്കുന്നത്. അതായത് കടലറിയുന്ന ഒരു മന്ത്രി തങ്ങൾക്ക് വേണമെന്ന് തീരദേശ ജനത മന്ത്രിസഭാ രൂപീകരണ വേളയിൽ ഉയർത്തിയ ആവശ്യവും എത്ര പ്രസക്തമായിരുന്നു എന്ന് ഓർത്തു പോവുകയാണ്. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൽ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവർ ആ വകുപ്പിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാളായിരിക്കണം എന്നുള്ള നിർബന്ധം ഇപ്പോഴാണ് പത്മേച്ചിക്ക് തോന്നിയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷിബു ബേബി ജോൺ സാറ് കാട്ടിൽ വളർന്ന ആളായിരിക്കണം. ആരോഗ്യമന്ത്രി ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ച ഒരു ഡോക്ടറായിരിക്കണം. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി നിർബന്ധമായും ട്രാൻസ്പോർട്ട് ബസ്സോ പ്രൈവറ്റ് ബസ്സോ ഓടിച്ചിട്ടുള്ള ആളായിരിക്കണം. ഇങ്ങനെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? വല്ലപ്പോഴുമെങ്ങാണം കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതാണോ ഒരു മന്ത്രിയെ തീരുമാനിക്കുന്ന മാനദണ്ഡം? അതല്ല എന്ന് ഈ ലക്ഷ്മി പത്മയ്ക്ക് അറിയില്ലേ? നന്നായി അറിയാം. പക്ഷേ അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഫിഷറീസ് മിനിസ്റ്ററെ അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമതയുടെ പേരിൽ ഓഡിറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത വേറെന്തെങ്കിലും പ്രവൃത്തിയുടെ പേരിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നതിലോ ഒന്നും ഞാൻ എതിരല്ല. അതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ കടലറിയുന്നവരായിരിക്കണം ഫിഷറീസ് വകുപ്പ് മന്ത്രിയെങ്കിൽ ഇതിന് മുമ്പോട്ടുള്ള ഫിഷറീസ് വകുപ്പ് മന്ത്രിമാരെ എത്ര പേരാണ് കടലിൽ പോകുന്നവരുള്ളത്? എന്ന് മാത്രമല്ല, കടലിൽ എന്തെങ്കിലും ദുരന്തങ്ങളുണ്ടായാൽ ഈ ഫിഷറീസ് മന്ത്രിക്ക് ചാടി പുറപ്പെട്ട് എന്തെങ്കിലും ഓഷ്യനോഗ്രാഫി പഠിച്ചിട്ടുള്ളത് കൊണ്ട് മന്ത്രി മാത്രമായ എന്തെങ്കിലും നിർദ്ദേശം നൽകി മുങ്ങിയെടുത്ത ചരിത്രം വല്ലതുമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്താണ് എൻ്റെ ഉദ്ദേശം? ഇത് ഒരു സാധനം പുരട്ടി വെക്കുകയാണ്, ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ പ്രതികരിക്കണമെന്ന് വിചാരിച്ചത്. അല്ലാതെ ഇത് വേറെ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ആ കുഞ്ഞുങ്ങളുടെ വിഷമവും അവരുടെ പ്രയാസവും പിതാവും മക്കളുമൊക്കെ നഷ്ടപ്പെടുന്നവരുടെ ദുഃഖവും ഈ തീരദേശത്തെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളും അതിജീവനത്തിൻ്റെ അധ്വാനവും ഒക്കെ ബഹുമാനിക്കുന്ന സല്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആ വികാരത്തിൽ ഇത്തരമൊരു സാധനം വളരെ ബുദ്ധിപരമായി അങ്ങോട്ട് കുത്തിവെക്കാൻ രംഗത്തിറങ്ങിയ ലക്ഷ്മി പത്മയാണ് യഥാർത്ഥത്തിൽ സല്യൂട്ട് ചെയ്യപ്പെടേണ്ട ഒരാൾ. ഈ ദുരന്തങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ചില ദുരന്തത്തെ കൂടി അതിജീവിക്കേണ്ടി വരുന്നു നമ്മൾ ഓരോരുത്തരും.